ACL റീകൺസ്ട്രക്ഷൻ സർജറി കഴിഞ്ഞതിന് ശേഷം എക്സസൈസ് ചെയ്യുമ്പോൾ ധൃതി വെക്കേണ്ട കാര്യമില്ല കേട്ടോ. സാവധാനം ചെയ്താൽ മതി. പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റിക്കവറി വരും എന്നുള്ള ചിന്തയൊന്നും വേണ്ട. പ്രത്യേകിച്ച് നീ ബെൻഡിങ്ങിൻ്റെ കാര്യത്തിൽ മുട്ട് മടക്കാനായിട്ട് അല്ലെങ്കിൽ മുട്ട് മുഴുവനായിട്ട് മടക്കാനായിട്ട് പ്രത്യേകിച്ച് ലാസ്റ്റ് ഒരു 5 തൊട്ട് 10 ഡിഗ്രി വരെയുള്ള നീ റേഞ്ച് വലിച്ച് ഫോഴ്സ് കൊടുത്ത് മുട്ട് മടക്കാനായിട്ടൊന്നും ഏർലി സ്റ്റേജിൽ നിങ്ങൾ ശ്രമിക്കണ്ട. എപ്പോഴും നീ റേഞ്ച് ഓഫ് മോഷൻ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ലെഗുമായിട്ട് മാത്രം കമ്പയർ ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ലെഗ് കുറച്ച് ലാക്സിറ്റി കൂടുതലുള്ള ലെഗ് ആണെങ്കിൽ സാധാരണ അപേക്ഷിച്ച് നോർമലിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കൂടുതലായിട്ട് മടങ്ങുകയും അതുപോലെ തന്നെ ഹൈപ്പർ എക്സ്റ്റൻഷൻ കുറച്ച് കൂടുതൽ നിവരുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതേ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ട. അതിനുവേണ്ടി നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രഷർ സർജറി ചെയ്ത ലെഗിൽ കൊടുക്കുകയും വേണ്ട. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഓവർ സ്ട്രെയിൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ ആവശ്യമില്ലാതെ ബലം കൊടുത്ത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അത് ഫേസ് ചെയ്യേണ്ടി വരും. അതിനുശേഷമുള്ള മാനേജ്മെൻറ്റിനും കുറേയധികം ടൈം എടുക്കും. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാതെ എക്സസൈസ് ചെയ്യാനായിട്ട് പാടില്ല.